കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം വീണ്ടും അറിയിക്കുന്നു. ഇന്ന് ചിന്തിപ്പാനെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. കഴിഞ്ഞ ദിവസത്തിൽ കർത്താവിൻ്റെ നിലയങ്കിയെക്കുറിച്ചായിരുന്നു നാം ചിന്തിക്കുന്നത്. എന്ന് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. മാറത്ത് പൊൻകച്ച. പഴയ നിയമ പുരോഹിതന്മാർ ധരിച്ചിരുന്ന 10 വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രമാണ് മാർപ്പതക്കം അല്ലെങ്കിൽ ന്യായവിധി പതക്കം എന്ന് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ന്യായവിധി നടത്തുവാനുള്ള ദൂതന്മാർ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ മാർപ്പതക്കം ഏഫോദ് പോലെ 5 വിധ നൂലുകളാൽ ഉണ്ടാക്കിയിരുന്നു എന്ന് കാണുന്നുണ്ട്. 12 വിലയേറിയ കല്ലുകൾ 4 നിരകളായി മാർപ്പതക്കത്തിൽ പതിച്ചിരുന്നു. ഇത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ കാണിക്കുന്നു. അതായത് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ അവരെത്ര ബലഹീനരായിരുന്നാലും മഹാപുരോഹിതൻ അവരെ വിലയേറിയ കല്ല് എന്ന പോലെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതാണ് മാറത്ത് പൊൻകച്ച എൻ്റെ ഒരു ആത്മീകമായ ഒരർത്ഥം. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജനത്തെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നതിനെ കാണിക്കുന്നു. മറ്റൊന്ന്, ഇത് യേശുക്രിസ്തുവിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ന്യായവിധി നടത്തുവാനുള്ള അധികാരത്തെ കൂടെ കാണിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പറയുന്നു. ഇനി യോഹന്നാൻ സുവിശേഷം അതേ സുവിശേഷത്തിൽ 5-ാമത്തെ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. മത്തായി സുവിശേഷം എഴുതി അവസാനിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 28-ാമത്തെ 18-ാമത്തെ വാക്യത്തിൽ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ ആ മത്തായി സുവിശേഷം എഴുതി അവസാനിക്കുമ്പോൾ കാണുകയാണ്. സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിന് നൽകിയിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായം 7-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അഴിഞ്ഞു പോകുന്നതും
തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അപ്പോൾ നോക്കി, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയെന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കാണുവാനായിടയായിത്തരും. കാരണം ദൈവജനം ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ക്രിസ്തീയ പീഡനങ്ങൾ സഭയ്ക്കെതിരായിട്ട്, ദൈവദാസന്മാർക്ക് വിരോധമായിട്ട്, അവരുടെ കുടുംബത്തിന് വിരോധമായിട്ട് ക്രിസ്തീയ പീഡനങ്ങളിൽ, ഉപദ്രവങ്ങളിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യത്തിൽ കർത്താവ് അവരെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് വിരോധമായി പീഡനങ്ങൾ അടിച്ചു വരുമ്പോൾ, അവർ കടന്നു വരുമ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതാണല്ലോ പ്രിയമുള്ളവരെ, ഫിലിപ്പിയ ലേഖനം 1-7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ എന്നാണ് പൗലൂസ് പറഞ്ഞത്. അതൊക്കെ ഫിലിപ്പിയരുടെ വിശ്വാസികളെ പൗലൂസ് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ആണ് കൊലോസ്യയിൽ പൗലൂസ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ പൗലൂസ് ആമേസ്തോത്രം അവിടെ ലേഖനം എഴുതുമ്പോൾ തന്നെ പറയുന്നു, നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ കൊലോസ്യയിലുള്ള സഭയോട് പറയുകയാണ്. എന്താ അവിടെ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ആ ഹൃദയത്തിൽ വഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസുള്ള അതാണ് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 66 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ജനത്തോട് ബന്ധത്തിൽ, തൻ്റെ ജനത്തോട് ബന്ധത്തിൽ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അല്ല, കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മുടെ യേശു കർത്താവ് ആശ്വാസം തരുന്നവനാണ്. അവൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മെ വഹിച്ച് നമ്മുടെ പ്രതികൂലങ്ങളിൽ കൂടെ സഭ, ദൈവജനം, ദൈവമക്കൾ, ദൈവദാസന്മാർ കടന്നു പോകുമ്പോൾ കർത്താവ് അവരെ വഹിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന നല്ല കർത്താവാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആണ് എബ്രായ ലേഖനം നമ്മൾ 7-25 വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതാ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആയിരുന്നു കൊണ്ട് അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മൽക്കീസേദക്കിൻ്റെ കൃപപ്രകാരമുള്ള മഹാപുരോഹിതനായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ഈ നിമിഷവും നമ്മുടെ അരുമനാഥനാകുന്ന മശിഹ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ ഈ നിമിഷത്തിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. കർത്താവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. എത്ര നല്ല കർത്താവ്, ഹല്ലേലൂയ, ഭൂമിയിൽ വേറെ ആരുണ്ട് പ്രിയമുള്ളവരെ? ആകയാൽ ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ക്രിസ്തുവിൻ്റെ ആ മാറത്ത് പൊൻകച്ച, അന്ന് കർത്താവിൻ്റെ
ന്യായവിധിയെ കാണിക്കുന്നു. 2, ആമേൻ, കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നതിനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ വഹിക്കുന്നവനാണ്, നമ്മെ ചുമക്കുന്നവനാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്. ആ കർത്തൃകരയെ നമ്മെ ഏൽപ്പിക്കാം. ഞങ്ങളെ അളവ് കൂടാ സ്നേഹിത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഇന്ന് കർത്താവേ നിമിഷം കർത്തൃകരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന ഏവരെയും ഫലമേൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പൊന്നുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ കർത്താവിൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ആമേൻ ഏവരെയും കാത്തുകൊള്ളണമെന്ന് വളരെ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ.